ഇപ്പോഴത്തെ ട്രെൻഡായി ക്ലേ മേക്കിംഗ് ചെയ്താലോ? അപ്പോൾ ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ വഴി ഇൻസ്പിറേഷനായി ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടത് ഗ്ലൂ ആണ്. ഒരു 100 ഗ്രാമിൻ്റെ ഗ്ലൂ ഒരു 60 രൂപയോളം വരും. പിന്നെ നമുക്ക് വേണ്ട കോൺഫ്ലവറിൻ്റെ പൗഡർ, പിന്നെ ഒരു കേടുവന്ന നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തല്ലി കിട്ടും. അതുപോലെ തന്നെ എണ്ണ, സുർക്ക അതായത് വിനീഗർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലൂ എടുത്തിട്ട് ഒരു ബൗളിൽ ഒഴിക്കുക. അതായത് ഞാൻ ഇപ്പോൾ ഈ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ കോൺഫ്ലവറും ഗ്ലൂവും ഒരേ ഒരു ബൗളിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒരു ഏകദേശം ഒന്ന് കറക്റ്റായാൽ മതി. അപ്പോൾ ഞാനൊരു ബൗളാണ് എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങളിൽ ഏത് ബൗളിലാണോ എടുക്കുന്നത് ആ ബൗളിൽ തന്നെ കോൺഫ്ലവർ ഇടാം. ഓക്കെ, അപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാക്കുക വെച്ചാൽ തന്നെ പേരൻസിന് പ്രസൻസിൽ നിന്നിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു ഗ്ലൂ പാത്രത്തിൽ ഒഴിച്ച ശേഷം ഈ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോൺഫ്ലവറിൻ്റെ ഇതിടണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇടേണ്ടത് ഈ ഒരു ഗ്ലൂ ആണ്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇടുന്നത്. ഇത് നമ്മൾ അരിച്ചിട്ട് കൊടുക്കുക. കാരണം നമുക്ക് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വീണോട്ടെ വിചാരിച്ചിട്ടാണ് അരിച്ചിട്ടിടുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ ഒന്നും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. കുറച്ചിടുക. കാരണം എന്താണ്, ഇത് നമ്മളെല്ലാം പാടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആകെപ്പാടെ അങ്ങോട്ട് കുഴഞ്ഞ് മറിഞ്ഞിട്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ചേച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൈയൊക്കെ വേനിക്കുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുക. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ചും പാടെ ഓയിലും വിനീഗറും ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് കുറവായ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഒന്നുപാടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു പരിവാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ലൂസായി വിടുന്ന രീതിയിലാകുമ്പോൾ ഓഫ് ചെയ്യാം, നിർത്താം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയ്യങ്ങാണ്ട് ഇങ്ങനെ ഇളക്കി ഈ ഒരു പരുവാകുമ്പോൾ നിർത്തുക, കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാവുമ്പോൾ. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണയും കോൺഫ്ലവറും ഫ്ലോറിൽ തടവിയ ശേഷം നമ്മളെ കജ്ജിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇവിടെയാണ് മക്കളെ ഇത് വരുന്നത്, എന്ത് ടാസ്ക് വരുന്നത്. നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് കുഴക്കണം. നന്നായി കുഴച്ചങ്ങാണ്ടാവുമ്പോൾ നിർത്താം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് കുഴക്കുന്നുണ്ട്. എൻ്റെ കജ്ജൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലേയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഒരു എഫേർട്ട് ഇട്ടോ. അപ്പോൾ അതേപോലെ കണ്ടോ, വളരെ സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ക്ലേ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. ഇനി കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒരു സ്റ്റാർ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഇതൊരു 1 ഡേ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ 8 ഉണ്ടാക്കിയിരിക്കുന്നത്. നാളെ മോർണിംഗ് അത് എടുത്തിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളിത് വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബൈ.